നമസ്കാരം. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷി ഇന്ന് ഒരൊറ്റ സംവിധാനത്തിലോ ഒറ്റ രാജ്യത്തിൽ നിന്നുള്ള സാങ്കേതിക വിദ്യയിലോ ഒതുങ്ങുന്നതല്ല. ഇറക്കുമതി ചെയ്ത അത്യാധുനിക സംവിധാനങ്ങൾ, തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പ്ലാറ്റ്ഫോമുകൾ, കൂടാതെ ഭാവിയിലെ വ്യോമ ഭീഷണികളെ മുൻകൂട്ടി കണക്കിലെടുത്തുള്ള രഹസ്യ ഗവേഷണ പദ്ധതികൾ ഇവയെല്ലാം ചേർന്നതാണ് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധം രൂപം കൊള്ളുന്നത്. മാറിവരുന്ന യുദ്ധ സ്വഭാവവും ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ, സ്റ്റെൽത്ത് വിമാനങ്ങൾ, ഇലക്ട്രോണിക് വാർഫെയറുകൾ തുടങ്ങിയ പുതിയ വെല്ലുവിളികളെല്ലാം തന്നെ ഇന്ത്യയെ ഉയർന്ന തലത്തിലുള്ള ഒരു പ്രതിരോധ സമീപനം സ്വീകരിക്കുവാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഡിഫൈൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ നടന്ന ഈ പരിണാമത്തിൽ റഷ്യൻ നിർമ്മിത S-400 ട്രിയംഫ് വ്യോമ പ്രതിരോധ സംവിധാനം ഇതിനകം തന്നെ ഇന്ത്യൻ സേനയിൽ പ്രവർത്തനക്ഷമമായി. ദീർഘദൂരത്തിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈലുകളും യുദ്ധവിമാനങ്ങളും ലക്ഷ്യമിടാൻ കഴിയുന്ന ഈ സംവിധാനം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പ്രതിരോധ ശേഷിയിൽ വലിയ മാറ്റമാണ് കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് മിസൈൽ സിസ്റ്റം കുറഞ്ഞതും ഇടത്തരവുമായ ഉയരങ്ങളിൽ വരുന്ന ഭീഷണികളെ ചെറുക്കുവാൻ നിർണായക പങ്കുവഹിക്കുന്നു. ഈ രണ്ട് സംവിധാനങ്ങളും ചേർന്ന് ഇന്ത്യക്ക് ഒരു ശക്തമായ അടിസ്ഥാന വ്യോമ പ്രതിരോധ കവചം നൽകുമ്പോൾ അതിനപ്പുറത്തേക്കുള്ള സാങ്കേതിക ചുവടുകളാണ് ഇപ്പോൾ ഗവേഷകർ തേടുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഏറെക്കാലമായി ചർച്ച ചെയ്യപ്പെടുകയും എന്നാൽ പ്രധാനമായും രഹസ്യമായി തുടരുകയും ചെയ്യുന്ന കാളി പ്രൊജക്ടിന് പ്രാധാന്യം ലഭിക്കുന്നത്. കിലോ ആംബിയർ ലീനിയർ ഇൻഡക്ടർ എന്നതിൻ്റെ ചുരുക്കപ്പേരായ കാളി പരമ്പരാഗത മിസൈൽ സംവിധാനങ്ങളിൽ നിന്ന് പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു ആശയമാണ്. ഭൗതിക നാശം സൃഷ്ടിക്കുന്ന ആയുധങ്ങൾക്ക് പകരം ശത്രുവിൻ്റെ ഇലക്ട്രോണിക് സംവിധാനങ്ങളെ ലക്ഷ്യമിട്ട് പ്രവർത്തനരഹിതമാക്കാൻ കഴിവുള്ള ഡയറക്റ്റഡ് എനർജി സാങ്കേതിക വിദ്യകളാണ് ഈ പദ്ധതിയുടെ ഹൃദയം. ലേസറുകളും ഹൈ പവർ മൈക്രോവേവുകളും ഉൾപ്പെടുന്ന ഇത്തരം സംവിധാനങ്ങൾ ഭാവിയുടെ യുദ്ധഭൂപടത്തിൽ നിർണായക ഘടകങ്ങളാകുമെന്നതാണ് ലോകമെമ്പാടുമുള്ള പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. 1980കളുടെ അവസാനത്തിൽ ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ ലബോറട്ടറികളും ആറ്റോമിക് ഗവേഷണ സ്ഥാപനങ്ങളും ചേർന്നാണ് കാളി സിസ്റ്റത്തിന്റെ അടിസ്ഥാന രൂപകൽപ്പന വികസിപ്പിച്ചത്. ഇതൊരു ഉയർന്ന പവർ ലീനിയർ ഇലക്ട്രോണിക് ആക്സിലേറ്ററാണ്. വളരെ ഉയർന്ന വൈദ്യുതധാരയുള്ള ഇലക്ട്രോൺ ബീമുകൾ സൃഷ്ടിക്കുവാൻ കഴിവുള്ളത്. മാക്സ് ജനറേറ്ററുകൾ പോലുള്ള പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഈ ബീമുകളെ ശക്തമായ മൈക്രോവേവ് പവറുകളാക്കി മാറ്റാൻ കഴിയും. കാളി 5000, കാളി 10000 എന്നിവ ഉൾപ്പെടെ വിവിധ ശേഷിയുള്ള പതിപ്പുകൾ നിലവിലുണ്ടെന്ന റിപ്പോർട്ടുകളുണ്ട്. ഈ പദ്ധതിയുടെ സാങ്കേതിക വളർച്ചയെ സൂചിപ്പിക്കുന്നതാണ് ഇത്. സൈദ്ധാന്തികമായി ഇത്തരം ഹൈ പവർ മൈക്രോവേവ് സംവിധാനങ്ങൾ റഡാർ, ഏവിയോണിക്സ്, ഫ്ലൈറ്റ് കൺട്രോൾ കമ്പ്യൂട്ടറുകൾ തുടങ്ങിയ ആധുനിക യുദ്ധവിമാനങ്ങളിലെ അത്യന്തം സെൻസിറ്റീവ് ഇലക്ട്രോണിക്സുകളെ തടസ്സപ്പെടുത്തുകയോ പൂർണ്ണമായി പ്രവർത്തനരഹിതമാക്കുവാനോ കഴിവുള്ളതാണ്. ഈ പശ്ചാത്തലത്തിലാണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ പോലും ഇത്തരം ആക്രമണങ്ങൾക്ക് ഇരയാകുമെന്ന ചർച്ചകൾ ഉയരുന്നത്. എന്നാൽ സാങ്കേതിക സാധ്യതകൾക്കൊപ്പം കാളി പോലുള്ള സംവിധാനങ്ങൾ നേരിടുന്ന പരിമിതികളും ഗൗരവമുള്ളതാണ്. വലിയ വകഭേദങ്ങൾ, ഭാരം കൂടിയതും നിശ്ചലവുമായ ഇൻസ്റ്റാലേഷനുകളും, പ്രവർത്തിക്കുവാൻ വലിയ വൈദ്യുതി വിതരണവും ശക്തമായ തണുപ്പിക്കൽ അടിസ്ഥാന സൗകര്യങ്ങളും ആവശ്യമാണ്. ഫലപ്രദമായ പരിധി പരിമിതമായതിനാൽ ദീർഘദൂര മിസൈലുകളോ അതിവേഗം സഞ്ചരിക്കുന്ന ആകാശ ലക്ഷണങ്ങളോ നേരിടുന്നതിൽ ഇവയ്ക്ക് നിയന്ത്രണങ്ങളുണ്ട്. കൂടാതെ ഓരോ പൾസിനും ഇടയിൽ വേണ്ട റീചാർജിംഗ് സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ വേഗത്തിൽ കൈകാര്യം ചെയ്യുന്നതിന് തടസ്സമാകുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രതിരോധ വിദഗ്ധർ ഒരു കാര്യം വ്യക്തമായി പറയുന്നത്: ഡയറക്റ്റഡ് എനർജി ആയുധങ്ങൾ ഭാവിയിൽ പ്രധാനപ്പെട്ടതായാലും അടുത്ത കാലയളവിൽ പരമ്പരാഗത മിസൈൽ അധിഷ്ഠിത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പൂർണ്ണമായി മാറ്റിസ്ഥാപിക്കാൻ അവയ്ക്ക് സാധ്യതയില്ല. പകരം ഡ്രോണുകൾ, കുറഞ്ഞ ഉയരത്തിൽ പറക്കുന്ന മിസൈലുകൾ, ഇലക്ട്രോണിക് വാർഫെയറുകൾ, ഭീഷണികൾ എന്നിവയെ നേരിടുന്ന ഒരു പൂരക ഘടകമായി ഇവയെ പ്രവർത്തിപ്പിക്കാനാണ് സാധ്യത. ഇതിനോടൊപ്പം ഡയറക്റ്റഡ് എനർജി പ്ലാറ്റ്ഫോമുകളുടെ മൊബിലിറ്റി, ടാർഗറ്റ് വേഗത, ഫയറിംഗ് നിരക്ക് എന്നിവ മെച്ചപ്പെടുത്തുവാനുള്ള മാർഗങ്ങൾ ഇന്ത്യ പ്രതിരോധ ഗവേഷണ സ്ഥാപനങ്ങൾ സജീവമായി അന്വേഷിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഈ സാങ്കേതിക വെല്ലുവിളികൾ മറികടക്കുവാൻ കഴിഞ്ഞാൽ കാളി പോലുള്ള പദ്ധതികൾ ഇന്ത്യയുടെ ബഹുതല വ്യോമ പ്രതിരോധ തന്ത്രങ്ങളിൽ ഒരു നിർണായക ഘടകമായി മാറാൻ സാധ്യതയുണ്ട്. മിസൈലുകളും റഡാറുകളും ഡയറക്റ്റഡ് എനർജി സംവിധാനങ്ങളും സംയോജിപ്പിച്ച ഒരു സമഗ്ര പ്രതിരോധ ശൃംഖലയാണ് മാറിവരുന്ന യുദ്ധത്തിന്റെ സ്വഭാവത്തിന് ഇന്ത്യ നൽകുന്ന ഏറ്റവും ശക്തമായ മറുപടിയായി ഉയർന്നു വരുന്നത്. ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC
അഥവാ ജ്യോതിഷ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.